എനിക്കറിയാം ശരൺ ബണ്ണ, എന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നത് നിനക്ക് സഹിക്കാൻ പറ്റില്ലെന്ന്. ശരി, ഞാൻ കരയുന്നില്ല. നിനക്ക് വാക്ക് തരികയാണ്, ഞാൻ നമ്മുടെ അവിക് ബണ്ണയെ മുന്നോട്ട് കൊണ്ടുവരും. നീ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളെല്ലാം അവൻ പിന്തുടരും. അവൻ നിന്റെ നിഴലായിരിക്കും. രാജ്, നീ എന്ത് സ്വപ്നമാണ് കാണുന്നത്? ആ സ്വപ്നം പൂർത്തിയാക്കാൻ എത്രയും പെട്ടെന്ന് ഞാൻ അവനെ അവന്റെ അപ്പന്റെ അടുത്തേക്ക് അയക്കും. അവന്റെ അച്ഛന്റെ ശരീരം എങ്ങനെ എരിഞ്ഞ് കാണാതായോ അതുപോലെ ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ അവനും ഇല്ലാതായി തീരും. അത് ഉടൻ തന്നെ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇതിനെന്നർത്ഥം എന്റെ പപ്പയും അമ്മയുടെ മരണം അപകടമല്ലെന്നോ, അതാരോ കരുതിക്കൂട്ടി ചെയ്തതാണെന്നോ? എന്തിന് 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 എന്റെ മമ്മി പപ്പ എന്ത് തെറ്റാ ചെയ്തത്? അവർക്ക് എന്തിനാ ഇങ്ങനൊരു പനിഷ്മെന്റ് കൊടുത്ത്? I'm sorry പപ്പ, I'm sorry മമ്മ, എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. I'm really sorry. ഓം ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേഷം. റാണിയമ്മേ, ഞാൻ പോയി അവിക്പനെ കൂട്ടിയിട്ട് വരാം. പപ്പ, അന്ന് പപ്പയും മകളോടൊരു പ്രോമിസ് ചോദിച്ചു. ഇന്നതേ ഞാൻ നിങ്ങൾക്കൊരു പ്രോമിസ് തരാം. നിങ്ങൾ രണ്ടുപേരുടെയും ജീവൻ എടുത്തത് ആരാണോ അവരെ ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല. എനിക്കിപ്പോ തന്നെ എല്ലാ കാര്യങ്ങളും റാണിയമ്മയോട് പറഞ്ഞേ പറ്റൂ. തീർച്ചയായും റാണിയമ്മ എന്നെ സഹായിക്കാതിരിക്കില്ല. ശരി, വാ. ഈ വീഡിയോ ഇത് ഡിലീറ്റ് ചെയ്യണേ. ഇതെന്താ ഡിലീറ്റ് ആവാത്തത്? അവിക്, നീ ഇവിടെ തന്നെ ഇരിക്കണേ. ഞാൻ റാണിയമ്മയെ കണ്ടിട്ട് വേഗം വരാം. എന്തുപറ്റി? അവിക് ബണ്ണ ഇനിയും റെഡിയായില്ലേ? ഉറങ്ങായിരുന്നു, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് കഴിഞ്ഞിട്ട് കൊണ്ടുവരാന്ന്. ആയിക്കോട്ടെ. റാണിമ, റാണിമ. നോക്കൂ, റാണിമ, എനിക്ക് നിങ്ങളോട്. എന്തിനാ നീ ഇങ്ങനെ ഒച്ച വെക്കുന്നത്?
ഇവിടെ ശരൺ ചേട്ടന് വേണ്ടി പൂജ ചെയ്യുന്നത് എനിക്ക് അറിയില്ലാന്നുണ്ടോ? ഇല്ല, എനിക്ക് റാണിയമ്മയുടെ അടുത്ത് ഒരു കാര്യം പറയണം. വളരെ അത്യാവശ്യമായിട്ട് കാരണം. പ്ലീസ് എന്നെ വിട് റാണിയമ്മ. എന്ത് നല്ല കാര്യം നടക്കുമ്പോഴും തടസ്സപ്പെടുത്താനായിട്ട് ആദ്യം വന്ന് നിൽക്കുന്നുണ്ടല്ലോ നീ. പ്ലീസ് എനിക്കൊരു കാര്യം പറയണം. പൂജ കഴിയുന്നവരെ നീ ഇവിടെ തന്നെ നിന്നോണം. അയ്യോ, ഞാനിപ്പോ എന്താ ചെയ്യാ? നിങ്ങളുടെ മരണത്തിന് പിന്നിലുള്ള സത്യം എനിക്ക് എത്രയും പെട്ടെന്ന് റാണിയമ്മയോട് പറഞ്ഞേ പറ്റൂ. പക്ഷെ റാണിയമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഏത് സത്യമാണെങ്കിലും അത് പറയാനുള്ള ഒരു സമയമുണ്ടെന്ന്. സത്യം പറയാനും ശരിയായ ഒരു സമയവും ശരിയായ രീതിയുമുണ്ട്. അത് മാത്രല്ല, ഇത് ശരിയായ സമയമല്ല. ഞാനിപ്പോ എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്തേ പറ്റൂ, പൂജ കഴിയുന്നത് വരെ. പൂജ കഴിഞ്ഞ ഉടനെ അച്ഛനമ്മയുടെ മരണത്തെക്കുറിച്ച് ഞാൻ എന്തായാലും റാണിയമ്മയോട് പറയും. ഓ വിഷ്ണുവേ നമഃ നമഃ നമസ്കാര സമർപ്പയാമി. നിങ്ങൾ എല്ലാവരും ഇരിക്കുന്ന സ്ഥലത്ത് എഴുന്നേറ്റ് നിന്നാലും. നിങ്ങൾ എല്ലാവരും മരിച്ചുപോയ ആത്മാവിന്റെ ശാന്തിക്ക് വേണ്ടി മഹാവിഷ്ണു ഭഗവാന്റെ പാദങ്ങളിൽ ധ്യാനം ചെയ്താലും. ഓം പുനന്ദനമാജേവജനഃ ബ്രഹ്മോ ബ്രഹ്മസ്യ ദേവായ. ഇപ്പൊ നിങ്ങൾ ഈ പരിശുദ്ധ ജലം പുറത്തുള്ള ചെടികൾ കൊഴിച്ചിട്ട് വരും. ശരി. ഞാൻ പോയി റാണിയമ്മ അവിക്പനെ കൂട്ടിയിട്ട് വരാം. എനിക്ക് റാണിയമ്മയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം. റാണിയമ്മ ഇതുവരെ ആർക്ക് വേണ്ടിയാണോ കരഞ്ഞത്? റാണിയമ്മ ആർക്ക് വേണ്ടിയാണോ ഈ പാത്രം പിടിച്ചിരിക്കുന്നത്? റാണിയമ്മ ആർക്ക് വേണ്ടിയാണോ ഈ ഹോമം നടത്തുന്നത്? അവരെ സംബന്ധിച്ചുള്ള കാര്യമായത്. നിങ്ങൾ എത്ര ദിവസം വേണമെങ്കിലും ഈ പൂജ ചെയ്തോളൂ. പക്ഷെ നിങ്ങൾ പപ്പയ്ക്ക് ശരിയായ നീതി വാങ്ങിച്ചു കൊടുക്കാത്തത് വരെ അവരുടെ ആത്മാവിന് ശാന്തി കിട്ടില്ല. നീ എന്താണ് ഈ പറയുന്നത്? സത്യം പറയുന്ന റാണിയമ്മ, സത്യം പറയുന്നത്. നിങ്ങളുടെ മകൻ ശരൺ പന്നിയുടെ മരണം ഒരു ആക്സിഡന്റ് അല്ല, അതൊരു കൊലപാതകമാണ്. ഞാൻ പറയുന്നത് സത്യം റാണിയമ്മ. എന്റെ കയ്യില് തെളിവുണ്ട് റാണിയമ്മ. ഇത് കണ്ടോ, ഇതാണ് തെളിവ്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും തീപ്പന്തം കൊണ്ടുള്ള ഒരു കൈ. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ അപകടത്തിന് പിന്നിൽ. വെറുതെ ഇങ്ങനെ അനാവശ്യം വിളിച്ചു പറയാതിരിക്കുന്നുണ്ടോ? ദീപശിഖ എവിടെയാ ഉള്ളത്? അല്ല റാണിയമ്മ, ഇതിലെ തീപ്പന്തത്തിന്റെ വീഡിയോ ഉണ്ടായിരുന്നു, ഇതിനകത്തുണ്ടായിരുന്നു. അതെവിടെ? റാണിയമ്മ, ഞാൻ കള്ളത്തരം പറഞ്ഞല്ല, ഇതിനകത്തുണ്ട്. ഞാൻ കാണിച്ചു. ദയവ് ചെയ്ത് ഞങ്ങൾ വിട്ടേക്ക്. ഞങ്ങളൊന്ന് സമാധാനമായിട്ട് ജീവിച്ചോട്ടെ. ഇന്ന് നീ ഇതൊക്കെ ചെയ്യേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? പക്ഷെ റാണിയമ്മ, നീ അങ്ങോട്ട് മാറി നിൽക്ക്. ഇതെന്താ ഡിലീറ്റ് ആവാത്തത്?
മോളെന്നോട്. ഈ വട്ടം നിങ്ങളെ രക്ഷിച്ചത് ഞാനാണ്. ആ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് ആ ഭാഗം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അല്ലെങ്കിൽ ഓ നീ പോയി നിന്നെ മാത്രമല്ല എന്നെയും കൂടിയാണ് രക്ഷിച്ചിരിക്കുന്നത്. അഥവാ എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ റാണിയാകാനുള്ള നിന്റെ ആ സ്വപ്നമുണ്ടല്ലോ, അത് വെറും സ്വപ്നം മാത്രമായി തീരും. ഇപ്പോ ഞാൻ ആ പ്രതാപിനെ ഇങ്ങോട്ട് വിളിച്ച് ഈ പെണ്ണിനെ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണമെന്ന് പറയാൻ പോവുകയാ. ഇപ്പൊ നീ പൊയ്ക്കോ. ഇതെങ്ങനെ സംഭവിച്ചത്? ആ വീഡിയോ ഇതിനകത്ത് തന്നെയല്ലേ ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ അത് കാണാനില്ലല്ലോ. എന്താ പറ്റിയത്? ആ വീഡിയോ എവിടെ? അയ്യോ, നീ എന്തിനാ എത്ര വിഷമിക്കുന്നേ? ഇറ്റ്സ് ഓക്കേ. വെള്ളം കുടിക്കുന്നോ? ഞാൻ എടുത്തിട്ട് വരട്ടെ. ഞാൻ തൊണ്ണൂറിയെന്നല്ല നിങ്ങൾ വിചാരിക്കുന്നത്. പക്ഷെ ഞാൻ അയ്യോ ഇല്ല മോളെ, ഞാൻ മോളെ വിശ്വസിക്കുന്നില്ലെന്ന് പറഞ്ഞു. മോൾ എന്തിനാ നുണ പറയണം? മോൾ ഒരിക്കലും നുണ പറയാറില്ലല്ലോ. ഒരു പക്ഷേ അത് എവിടെയെങ്കിലും മാഞ്ഞു പോയതായിരിക്കും. നോക്ക്, നീ ഇപ്പോ പറയുന്ന ഈ കാര്യമുണ്ടല്ലോ, അതൊരു വലിയ കാര്യമാണ് റോജ. അതൊരു നിസ്സാര കാര്യമൊന്നുമല്ല. ഇതല്ലാതെ നിന്റെ കയ്യിൽ മറ്റെന്തെങ്കിലും തെളിവുകളുണ്ടോ? ഇല്ല, വേറെ തെളിവില്ല. ഒന്ന് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അതിപ്പോ കാണുന്നില്ല. അതെവിടെ പോയെന്ന് അറിയില്ല. അത് സാരില്ലെന്നേ. ഇറ്റ്സ് ഓക്കേ മോളെ. കാണാതെ പോയതാണെങ്കിൽ തിരിച്ചു കിട്ടിക്കോളും. അന്വേഷിച്ചു നോക്കൂ സമാധാനായിട്ട്. ഇപ്പൊ മോളിലേക്ക് ചെന്ന് റെസ്റ്റ് എടുക്കാൻ നോക്ക്. ഓക്കെ, ചെല്ല്. സമീറിന്റെ കയ്യിലൊരു വീഡിയോ ഉണ്ടായിരുന്നു. പക്ഷേ മാനസ് ഒന്ന് പറഞ്ഞു തന്നിട്ടില്ലേ? റൂമിലേക്ക് വരുമ്പോ തട്ടണോന്ന് അറിയത്തില്ലേ? സമീർ, എനിക്കൊരു കാര്യം നിന്നോട് ചോദിക്കാനുണ്ട്. അടുത്ത് വഴക്കുണ്ടാക്കാൻ വന്നേക്കല്ലേ? നിന്റെ അടുത്ത് ഞാൻ ആത്മാർത്ഥത്തോടെ പറഞ്ഞു നിന്റെ കമൽ കൊള്ളാം. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഞാനിപ്പോ നിന്റെ അടുത്തേക്ക് എന്തിനാ വന്നതെന്ന് വെച്ചാ, നീയല്ലേ എന്റെ പപ്പയുടെ ഫോൺ റിപ്പയർ ചെയ്തേ. നീ താങ്ക്സ് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇത് നിന്നെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ചെയ്തൊന്നല്ല. സമീർ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നീ അതൊക്കെ വിട്ടേക്ക്. ഞാൻ പറയുന്നത് കേൾക്ക്. നീ എന്റെ പപ്പയുടെ ഫോൺ ഗാലറി ചെക്ക് ചെയ്തായിരുന്നോ? അതിലൊരു വീഡിയോ ഉണ്ടായിരുന്നു. നീ അത് കണ്ടായിരുന്നോ? ഒരു മിനിറ്റ്. ഞാൻ നിന്റെ അച്ഛന്റെ ഫോൺ റിപ്പയർ ചെയ്ത് തന്നെ. നീ ഇപ്പൊ പറഞ്ഞ ഞാൻ ആ ഗാലറി ഒക്കെ ചെക്ക് ചെയ്തല്ലേ? എന്താണ് ഇത്? സത്യസന്ധയ്ക്കൊന്നും വിലയില്ലല്ലേ? കേൾക്ക്. ഓ, അപ്പൊ ഇതാണ് കാരണമല്ലേ? ആദ്യം വെറുതെ വഴക്കുണ്ടാക്കിയിട്ട് പിന്നെ വന്ന് കിസ് ചോദിക്കണം. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഈ സമയത്ത് ഇവിടെ വെച്ച് എനിക്ക് നിന്റെ ഫ്ലർട്ടി ലൈൻസ് കേൾക്കാനുള്ള സമയമില്ല. എനിക്ക് നിന്റെ ബുദ്ധിയാ വേണ്ടത്. നിനക്ക് ഞാൻ പറയുന്നത് സമാധാനത്തോടെ കേൾക്കാൻ പറ്റുമോ? എന്നെ നീ പൊക്കി പറയണ കേക്കാം. പറ. നോക്ക, എന്റെ പപ്പയുടെ ഈ ഫോണില് ഞാൻ നോക്കുമ്പോ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഞാനത് ആദ്യം നോക്കിയ സമയത്ത് അത് ഫുൾ വീഡിയോ ആയിരുന്നു. ബട്ട് ട്രസ്റ്റ് മീ സമീർ, ഞാനിത് പിന്നീട് നോക്കിയ സമയത്ത് ആ വീഡിയോ ഒരു ഫോട്ടോ. ഞാൻ പറയുന്നത് എനിക്ക് വല്ല മനസ്സിലാവുന്നുണ്ടോ? ഐ ട്രസ്റ്റ് യു. നീ നിന്റെ അച്ഛന്റെ കാര്യത്തിൽ ഒരിക്കലും കള്ളം പറയില്ല എന്ന് എനിക്കറിയാം. കാണിക്ക്. നീ ഇത് നോക്ക്. നീ പറഞ്ഞ് ശരിയാ റോജ. വീഡിയോ കുറച്ച് എഡിറ്റ് ചെയ്തിട്ടുണ്ട്, കുറച്ച് സാധനം ഡിലീറ്റും ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ആ പോർഷൻ റിക്കവർ ചെയ്യാൻ പറ്റില്ല. ചെയ്യാൻ പറ്റില്ലെന്നോ? അങ്ങനെയാണെങ്കിൽ ആരോ ആ വീഡിയോയിലുള്ള ആ പാർട്ട് മനഃപൂർവ്വം ഡിലീറ്റ് ചെയ്തെന്നോ? ഭാവിക്, അവിക്, നീ ഇവിടെ തന്നെ ഇരിക്കണേ. ഞാൻ റാണിയമ്മയെ കണ്ടിട്ട് വേഗം വരാം. ഫോൺ 2 മിനിറ്റ് എന്റെ കയ്യിലുണ്ടായിരുന്നില്ല. ആ സമയത്ത് ആരോ ഇല്ല. റോജ, ഞാൻ നിനക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. സമീർ പറഞ്ഞത് സത്യമാണെങ്കിൽ ആ വീഡിയോ ആരാണ് ഡിലീറ്റ് ചെയ്തത്? അതായത് എന്റെ മമ്മി പപ്പയെ കൊന്നത് ആരാണോ
അവര് കൊട്ടാരത്തിനകത്ത് തന്നെയുണ്ട്. പക്ഷെ ആരാ അത്? ഏതെങ്കിലും സെർവന്റ് അല്ലെങ്കിൽ പിന്നെ ഫാമിലി? ആരാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ആരായിരിക്കും? ആരാ? ഞാൻ എല്ലാ കാര്യങ്ങളും ഇപ്പൊ നിന്നോട് പറയാം. പക്ഷെ ഇപ്പോ ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം ഇതെന്നാൽ ആ കള്ളി റോജയ്ക്ക് എല്ലാ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലായി. അവളുടെ അച്ഛൻ മരിച്ചത് ഒരു ആക്സിഡന്റിലല്ല എന്നുള്ള കാര്യമൊക്കെ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. കൃത്യമായ പ്ലാനോടെ കൊന്നതാണെന്ന് മനസ്സിലായി. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? ഇനി നമ്മൾ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ പെൺകൊച്ചു നമ്മളെക്കാൾ 2 അടി മുന്നെയാണ് പോകുന്നത്. താ നോക്ക്, ഇത് അവിക് പന്നെ കൊണ്ട് വരപ്പിച്ചതാണ് അവള്. അവയ്ക്ക് എന്തിനാ തീപ്പന്തം വരച്ചത്? അപ്പയുടെ ഫോണില് ആ വീഡിയോ ഉണ്ടായിരുന്നു. പിന്നെ അത് ഡിലീറ്റ് ആയി പോയി. ഇതൊക്കെ എന്താ സംഭവിക്കുന്നേ? എന്റെ അച്ഛനെ കൊല്ലണമെന്ന് ആരാ ആഗ്രഹിച്ചിട്ടുണ്ടാവുക? എന്റെ പപ്പയുടെ ഇത്ര ശത്രുതയുള്ളത് ആരാ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആരെയും വിശ്വസിക്കേണ്ടത്, ആരെയും സംശയിക്കേണ്ടത്? അയ്യോ എന്റെ ചേച്ചി, ആദ്യം ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഈ 2 കുട്ടികളെയും അവരുടെ അച്ഛനമ്മയുടെ അടുത്തേക്ക് പറഞ്ഞേക്കാനുള്ള സമയമായി. അവര് നമ്മുടെ ജീവൻ എടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ അവരുടെ 2 പേരുടെയും. നിങ്ങൾ വെറുതെ അതും ഇതും ആലോചിച്ച് വിഷമിക്കേണ്ട അളിയാ. ഇത്തവണ നിങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ അതേപടി നടക്കും. അത് ഒരാൾക്കും തടയാനാവില്ല. അവിക്, അന്ന് എന്താ നടന്നെന്ന് ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഇപ്പൊ നമ്മൾ ആ കാര്യങ്ങളെല്ലാം റാണിയമ്മയോട് പറഞ്ഞേ പറ്റൂ. അത് മാത്രല്ല, ഇതെല്ലാം നിനക്ക് മാത്രമേ റാണിയമ്മയ്ക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റൂ. കാരണം റാണിയമ്മയ്ക്ക് നിന്നെ മാത്രമേ വിശ്വാസമുള്ളൂ. നീ ഇപ്പൊ ഒരു തെളിവായിട്ട് നിൽക്കുന്നത്. നോക്കാവിക്, ചേച്ചിക്ക് ഇപ്പോ നിന്റെ ഹെൽപ്പ് ആവശ്യമാണ്. നീ ചേച്ചിയെ ഹെൽപ്പ് ചെയ്യല്ലോ അല്ലേ? ഈ സത്യങ്ങളൊക്കെ റാണിയമ്മയോട് പറയാൻ പറ്റുമല്ലോ അല്ലേ? നമ്മുടെ പപ്പ നിന്നോട് എന്താ പറയാറ്? നമ്മൾ 2 പേരും ഒരുമിച്ച് നിന്നാല് നമ്മളെ ആർക്കും ഈ ലോകത്തിൽ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന്. നീ എന്റെ കൂടെ ഉണ്ടാവണം, ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. നമ്മൾ 2 പേരും ചേർന്ന് പപ്പയ്ക്കും അമ്മയ്ക്കും ജസ്റ്റിസ് വാങ്ങിക്കൊടുക്കണം. ഓക്കെ, കേട്ടല്ലോ? വാ, എഴുന്നേക്ക്, നമുക്ക് പോവാം. വാ. അവിക്, നീ ഇവിടെ തന്നെ ഇരിക്കണേ, എങ്ങും പോവല്ലേ. ഞാൻ റാണിയമ്മയെ കൂട്ടിക്കൊണ്ടുവരാം. ഓക്കെ? എന്റെ ദുർഗാദേവി, നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാവണം. എനിക്ക് റാണിയമ്മയുടെ ഹെൽപ്പ് ഇല്ലാതെ അപ്പയമ്മയും കൊന്ന ആളുകളെ കണ്ടുപിടിക്കാനേ പറ്റില്ല. എങ്ങനെങ്കിലും റാണിയമ്മയ്ക്ക് മനസ്സിലാക്കി കൊടുത്തേ പറ്റൂ. റാണിയമ്മ എന്റെ വാക്ക് കേട്ടില്ലെങ്കിലും ഉറപ്പായി അവിക്കെന്റെ വാക്ക് കേൾക്കും. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഹെൽപ്പ് ഇല്ലെങ്കിൽ നിന്റെ കാര്യം എല്ലാം കഴിയും. പറ, ഇപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ? എനിക്ക് വേണം, പക്ഷേ ഇപ്പൊ വീട്. സോറി. സമീർ, you idiot!
ഏയ് എൻ്റെ അടുത്ത് സംസാരിക്കുന്നതിന് മുമ്പ് മര്യാദയ്ക്ക് ആലോചിക്കണം കേട്ടോ. ഞാൻ നിന്നെ അറിഞ്ഞോട് തള്ളിവിട്ടു വന്നല്ല. ഐ എം സോറി, എനിക്കിപ്പോ പോണം. ഏയ് നിക്ക്. എനിക്കറിയാം റോജ, നിന്റെ മനസ്സിൽ എന്തോ ഒരു വലിയ വേദനയുണ്ട്. അതെനിക്ക് നന്നായി മനസ്സിലാവുന്നുണ്ട്. നിനക്ക് നിന്റെ അച്ഛനെയും അമ്മയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇതൊരു വലിയ നഷ്ടമാണെന്ന് എനിക്ക് നന്നറിയാം. ബട്ട് ഡോണ്ട് വറി, ഞാൻ നിനക്ക് വേണ്ടി ഉറപ്പായിട്ടും ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കും. റാണിയമ്മ ഒരു മിനിറ്റ്. എന്തായി ഇപ്പോ ഉണ്ടായേ? എന്നെയല്ലേ വിശ്വാസമില്ലാത്തത്? പക്ഷേ അവിക്ക് പറഞ്ഞ വിശ്വസിക്കില്ലേ? അവിക് കാണിച്ചു കൊടുക്ക്, നിന്റെ ഡ്രോയിങ് കാണിച്ചു കൊടുക്ക്. റാണിയമ്മയ്ക്ക് ആ ഡ്രോയിങ് കാണിച്ചു കൊടുത്തേ. അവിക് ബണ്ണ എന്നെയും കാണിക്കുമോനെ. അവിക്, നീ പേടിക്കണ്ട. ഇവിടെ നിന്റെ ചേച്ചിയുണ്ട്, പിന്നെ റാണിയമ്മയുണ്ട്. ഇവിടെ നിന്നെ ആരും ഹേർട്ട് ചെയ്യില്ല കേട്ടോ. നീ പേടിക്കല്ലേ. നീ റാണിയമ്മയ്ക്ക് ആ ഡ്രോയിങ് എടുത്ത് കാണിച്ചു കൊടുത്തേ. അതെ മോനെ, നോക്കട്ടെ. അവിക്, അന്ന് അവിടെ തീപിടുത്തുണ്ടായില്ലേ? അന്ന് നീ അവിടെ തന്നെയല്ലേ ഉണ്ടായിരുന്നത്? അന്ന് ആ സ്ഥലത്ത് വെച്ച് മമ്മിയും പപ്പയും തീയില് കത്തിയെറിയുമ്പോ നീ അവിടെ തന്നെയല്ലേ ഉണ്ടായിരുന്ന അവിക്? പിന്നെ അവിടെ ഉണ്ടായിരുന്ന സിലിണ്ടർ താനെ പൊട്ടിത്തെറിച്ചല്ലോ. അവിടെ ആരോ തീപ്പന്തം വലിച്ചെറിഞ്ഞിട്ടല്ലേ അത് പൊട്ടിത്തെറിച്ചത്? അങ്ങനെയല്ലേ മോനെ?